വീട്ടിൽ നിന്നൊക്കെ നല്ല തട്ടൊക്കെ ഇട്ടിറങ്ങും. പക്ഷേ അവര് സഹകരിക്കുമ്പോ അങ്ങനെ ചോദിക്കില്ലേ, ഉസ്താദ് പഴഞ്ചനാ, അപ്പൊ അവളപ്പോ അവനോട് മിണ്ടിയപ്പോ എന്താ വരാൻ പോണേ? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ലജ്ജ ഉയർന്നു പോവുക എന്നുള്ളത്, ലജ്ജ ഉയർന്നു പോവുക എന്നുള്ളത് ഖിയാമത്ത് നാളിന്റെ ലക്ഷണമാണ്. ലജ്ജ അള്ളാഹുവിന്റെ റസൂലിന് എന്താ? അൽ ഹയാഉ ശുഅബത്തുൻ മിനൽ ഈമാൻ. ലജ്ജ ഈമാനിന്റെ ഭാഗ്യമാണ്. വാപ്പ കാണോ, ഉസ്താദ് കാണോ, അതല്ലെങ്കിൽ ഏതാ തൊപ്പിയിട്ട ആള് പോണ് അറിയാതെ തലയെ തട്ടം പിടിച്ചിടുക, ഇതൊക്കെ ഒരു ലജ്ജയുടെ ഭാഗമാണ്. അവരറിയോ എന്ന് തോന്നണ ഒരു ലജ്ജയുടെ ഭാഗമാണ്, ഒരു ഈമാനിന്റെ ഭാഗമാണ് ഇതെല്ലാം. അപ്പൊ ഞാൻ അള്ളാഹ്ക്ക് വേണ്ടി ഉസ്താദിനെ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, അത് ധിക്കാരുവാ, തെറ്റാണത്, അത് ധിക്കാരുവാ. ഉസ്താദിനെ കണ്ടാൽ പിടിച്ചിടുന്നത് ആദരവിന്റെ ഭാഗമാ, അത് ലജ്ജയുടെ ഭാഗമാ. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. ഇന്ന് ഒരു ബസ്സിൽ കയറിയ പ്രിയപ്പെട്ട ഉസ്താദാണെങ്കിൽ പെണ്ണുങ്ങളെ പോലെ തലമിട്ടുകൊണ്ട് മൂടിയിരിക്കേണ്ട അവസ്ഥ. കാരണം എന്താ? ഉസ്താദുമാരെ കണ്ടാൽ പോലും മൈൻഡ് ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ എങ്ങനെയാകണോ അത് നമ്മൾ കയറിയ KSRTC ബസ്സിനകത്ത് കാണാം. അള്ളാഹു കാക്കട്ടെ. തങ്ങളേത് ബസ്സിലാ പോയാൽ ചോദിക്കണ്ട. അപ്പോ അള്ളാഹു മനസ്സിലാക്കാൻ എന്റെ വിഷയം അതെല്ലാം കൊണ്ട് കിടക്കണില്ല, ഇരിക്കട്ടെ. എന്തുകൊണ്ട് ഇതെല്ലാം അറിയാഞ്ഞിട്ട് നമുക്ക് മുത്തുനബിയുടെ പേരിൽ ഒരു 10 സ്വലാത്ത്